അമീർ, നിനക്ക് മാനേജ് ചെയ്യാവുന്ന മലയാളത്തിൽ जस्ट गो एंड टेल हिम आरिफ भाई ने दुबई से गिफ्ट भेजा है तेरे को, वो बाहर गाड़ी में रखा है, समझा? ആരിഫ് ഭായി ഒരു സമ്മാനം തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. വണ്ടിയിലേക്ക് വരി, അതെടുക്കാം. ठीक है? सुपर. आओ. हाँ जी. संभाल के आना. എവിടെ പോകുന്നു? എന്താ? വേർ ആർ യു ഗോയിങ്? ഓ, ഞങ്ങൾ ശബരിമലയ്ക്ക്. ഊഹിച്ചു. നന്നായി. അപ്പോൾ രണ്ട് മുസ്ലിം വേഷധാരികൾ ഇറങ്ങിപ്പോയല്ലോ വണ്ടിയിൽ നിന്ന്. അവര് വാവര് സ്വാമിയെ കാണാൻ പോകും. അപ്പൊ അതിലുണ്ടായ ആ മാളികപ്പുറം ലേഡി, അവര് പിന്നെ ഇവിടെ എരുമേലി പള്ളിയിൽ ഇറങ്ങും. കുഴപ്പമുണ്ടോ? ദാറ്റ്സ് ഗുഡ്. വരട്ടെ. ഇവിടെ അടുത്ത വീട്ടിൽ ഒരു മാരേജ് നടക്കുന്നു. ഇന്നത്തെ ഡിന്നർ അവിടെ വെച്ചാകാമെന്നാണ് ചിന്ത. ജോയിൻ ചെയ്യുന്നു? ഇല്ല, നടക്കട്ടെ. നടന്നു പോവട്ടെ. ഗുഡ് ഫിസിക്. കീപ് ഇറ്റ് അപ്പ്. റിലേ പോയി കിടക്കുക. നോ ബ്രോ, ഐസ് അടിച്ചു പോയതാ. അമീർ, നിനക്ക് മാനേജ് ചെയ്യാവുന്ന മലയാളത്തിൽ ജസ്റ്റ് ഗോ एंड टेल हिम आरिफ भाई ने दुबई से गिफ्ट भेजा है तेरे को, वो बाहर गाड़ी में रखा है, समझा? ആരിഫ് ഭായി ഒരു സമ്മാനം തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. വണ്ടിയിലേക്ക് വരി, അതെടുക്കാം. ठीक है? सुपर. आओ. हाँ जी. संभाल के आना. എവിടെ പോകുന്നു? എന്താ? വേർ ആർ യു ഗോയിങ്? ഓ, ഞങ്ങൾ ശബരിമലയ്ക്ക്. ഊഹിച്ചു. നന്നായി. അപ്പോൾ രണ്ട് മുസ്ലിം വേഷധാരികൾ ഇറങ്ങിപ്പോയല്ലോ വണ്ടിയിൽ നിന്ന്. അവര് വാവര് സ്വാമിയെ കാണാൻ പോകും. അപ്പൊ അതിലുണ്ടായ ആ മാളികപ്പുറം ലേഡി, അവര് പിന്നെ ഇവിടെ എരുമേലി പള്ളിയിൽ ഇറങ്ങും. കുഴപ്പമുണ്ടോ? ദാറ്റ്സ് ഗുഡ്. വരട്ടെ. ഇവിടെ അടുത്ത വീട്ടിൽ ഒരു മാരേജ് നടക്കുന്നു. ഇന്നത്തെ ഡിന്നർ അവിടെ വെച്ചാകാമെന്നാണ് ചിന്ത. ജോയിൻ ചെയ്യുന്നു? ഇല്ല, നടക്കട്ടെ. നടന്നു പോവട്ടെ. ഗുഡ് ഫിസിക്. കീപ് ഇറ്റ് അപ്പ്. റിലേ പോയി കിടക്കുക. നോ ബ്രോ, ഐസ് അടിച്ചു പോയതാ. അനിയത്തിയുടെ കല്യാണമാണ് നാളെ, അല്ലേ ജയൻ? ജയൻ ഒരു അനിയത്തിയും അനിയനും. അച്ഛനും അമ്മയും നേരത്തെ മരിച്ചു അല്ലേ? അതെ, വല്യമ്മ ഞങ്ങളെ വളർത്തിയത്. ഒരു പാവം പയ്യനെ പോലെ എൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നു ജയൻ. ഞങ്ങൾ ആരാണെന്ന് ജയൻ ചോദിച്ചു പോലുമില്ല. എന്തിനാ കല്യാണ വീട്ടിലെ തിരക്കിനിടയിൽ കയറി വന്ന രണ്ട് അപരിചിതരുടെ കൂടെ ഇറങ്ങി പുറത്തു വന്നു. ഇതായിപ്പോ ഈ വണ്ടിയിലിരിക്കും. എന്താ ജയ ഇതൊക്കെ? ആരിഫ് ഭായിയുടെ ആളെന്ന് മൂപ്പര് പറഞ്ഞു. ആരിഫ് ബായ്, ആ പേര് മറക്കാൻ കഴിയില്ലല്ലോ ജയന്. അയാൾ തന്ന 30,000 ദിർഹംസ് കൊണ്ടാണ് ജയൻ അനിയത്തിയുടെ കല്യാണം നടത്തുന്നത്. എന്തിനായിരുന്നു ആരിഫ് അത്രയും പണം ജയന് നൽകിയത്? റഫീഖ് എങ്ങനെ മരിച്ചു ജയ? നീ ശരിക്കും കണ്ട കാഴ്ച എന്തായിരുന്നു? ഈ ഒന്നും കണ്ടിട്ടില്ല എന്നങ്ങോട്ട് വിചാരിച്ചേക്ക്. അത് ആ കമ്പനിക്കും അറവാവിനും എല്ലാവർക്കും നല്ലത്. അനക്കും പ്രശ്നമാക്കണ്ട, നമുക്ക് കൊടുക്കാം. എനിക്കറിയാലോ എന്റെ കാര്യം അർജന്റാണ്, അതുകൊണ്ടല്ലേ. റാഫി, റാഫി,
حول ولا قوة أي مكان في الهند. നിങ്ങൾ കല്യാണമല്ലേ നാട്ടിൽ പോട്ടെ ടിക്കറ്റ് കമ്പനി വരും എൻ്റെ വക ഒരു 30,000 റുപ്യ ഇനി അതല്ല കണ്ടതൊക്കെ പോലീസിനോട് പറയാൻ ആ പരിപാടി വെച്ചാൽ 2 മയ്യത്ത് വിട്ടായിരിക്കും മോനെ കരിപ്പൂർക്ക് കയറുക എന്തേ ഒരു നിറഗർഭിണിയായ പെൺകുട്ടിയുടെ ഇന്നും തോരാത്ത കണ്ണീരിന്റെ വില കൊണ്ട് നീ മറ്റൊരു പെൺകുട്ടിയുടെ മുഖത്ത് ചിരി പടർത്തുന്നു. അതാണ് പണം ഭരിക്കുന്ന ലോകത്തിന്റെ വിചിത്രമായ ക്രയവിക്രയങ്ങളുടെ രീതി. സാർ, എന്നെ ഇന്ന് രാത്രി അറസ്റ്റ് ചെയ്യരുത്. നാളെ പെങ്ങളുടെ കല്യാണം കഴിഞ്ഞാൽ ഒരു പിടി ചോറിനാൻ പോലും നിൽക്കാണ്ട് ഞാൻ വന്ന് കേടയിക്കോളും. എന്നിട്ട് എന്നെ എന്ത് വേണമെങ്കിൽ ചെയ്തോളി. അറസ്റ്റ് ചെയ്യാനോ? അതിന് ഞങ്ങൾ പോലീസുകാരൊന്നും അല്ലല്ലോ ജയ. ആൽബി, നമുക്ക് തിരിച്ചു പോവാം. ജയനെ വീട്ടില് ഡ്രോപ്പ് ചെയ്യണ്ടേ? വേണം. ജയൻ എന്ന കുടുംബസ്നേഹിയായ നന്മയിൽ ഗോപാലനെ വീട്ടിലെത്തി. Hey John, that's Arif. Go and get him. മനസ്സിലാവണല്ലോ.